അല്ല നമുക്ക് വേണ്ടത് DMS ആണ്. അതായത് ഓഫീസ് ജോബാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്ന നല്ലൊരു പോസ്റ്റാണ് DMS. അപ്പോൾ നമുക്ക് DMS ആണ് എടുക്കേണ്ടതെങ്കിൽ ഞാൻ ആദ്യം എന്ത് ചെയ്യാണ്, DMS ഇവിടെ സെലക്ട് ചെയ്യാണ്. ഹായ് ഓൾ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻട്രിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ RRB JEയുടെ ഓരോ തവണ RRB JEയും ALP ഒക്കെ എക്സാം വരുന്ന സമയത്ത് അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള അപ്ലിക്കേഷൻ വീഡിയോ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്തവണയും നമ്മൾ എന്ത് ചെയ്യാണ്, RRB JEയുടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള വീഡിയോ ചെയ്യുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എന്തുകൊണ്ടാണ് ആദ്യത്തെ ദിവസം തന്നെ ഈ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്ന് പറയുന്ന ഈ ഒരു വീഡിയോ ചെയ്യാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യമേ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മളൊരു അപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് മുന്നേ ആദ്യമായിട്ട് നമ്മൾ തീരുമാനിക്കേണ്ടത് നമ്മൾ ഏത് സോണിലാണ് കൊടുക്കുക എന്നുള്ളതാണ്. കാരണം നിങ്ങളൊരു സോൺ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സോൺ പിന്നീട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. സോ അതൊരു ക്രൂഷ്യൽ ഡിസിഷനാണ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇനിയുള്ള കാലം വർക്ക് ചെയ്യേണ്ടത് ഏത് സോണിലാണ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ചാടി കയറി ട്രിവാൻഡ്രം കയറിയിട്ട് അപ്ലൈ ചെയ്യാൻ നിൽക്കരുത്. പല ആൾക്കാരും ഇപ്പോൾ നമ്മളൊരു അക്ഷയ സെൻറ്ററിലോ അല്ലെങ്കിൽ ഒരു കഫേയിലോ പോയി കഴിഞ്ഞാൽ അവർ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവർ ഈ സോൺ അനാലിസിസോ കാര്യങ്ങളോ ഒന്നും അവർക്ക് അറിയുണ്ടാവില്ല. അവർ നേരെ എന്ത് ചെയ്യായിരിക്കും, ഈ പറഞ്ഞിരിക്കുന്ന ട്രിവാൻഡ്രം സോൺ, മലയാളികളാണെങ്കിൽ ട്രിവാൻഡ്രം സോണോ അല്ലെങ്കിൽ മറ്റേ സോണിലേക്ക് നേരെ അപ്ലൈ ചെയ്യുക. അതിൽ ഓർഡർ ഓഫ് പ്രിഫറൻസോ അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും യാതൊരു ശ്രദ്ധയുണ്ടാവില്ല. അപ്പോൾ സോൺ സെലക്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അത് അറിയാത്ത ആളുകളാണെങ്കിൽ ഇനിയും ഞാൻ മുമ്പ് ചെയ്ത വീഡിയോ ഉണ്ട്, നിങ്ങൾക്ക് ഈ യൂട്യൂബ് ചാനലിൽ തന്നെ കാണാൻ സാധിക്കും. സോ ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാവുള്ളൂ, നിങ്ങൾ ഈ ഒരു വീഡിയോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വീഡിയോ കണ്ട് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. രണ്ടാമത്തേത് ഓർഡർ ഓഫ് പ്രിഫറൻസ്, അതായത് ഡിഫറെൻ്റ് ആയിട്ടുള്ള പോസ്റ്റുകളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് RRB JE പോസ്റ്റുകളിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഓഫീസ് ജോബുകളുണ്ട്, അതേപോലെ തന്നെ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ജോബുകളുണ്ട്, അതേപോലെ നിങ്ങളെ കോർ ബ്രാഞ്ചുള്ളത്. ഇപ്പോൾ നിങ്ങൾ ഇലക്ട്രിക്കൽ ആണെങ്കിൽ ഇലക്ട്രിക്കൽ കോറായിട്ട് വരുന്ന എന്താ പറയുക പോസ്റ്റുകളുണ്ട്. മെക്കാനിക്കൽ ആണെങ്കിൽ മെക്കാനിക്കൽ വരുന്ന പോസ്റ്റുകളുണ്ട്. ഇപ്പോൾ ഇലക്ട്രിക്കലുകാർക്ക് മെക്കാനിക്കലും ഇലക്ട്രോണിക്സും ഒക്കെ അപ്ലൈ ചെയ്യാം. അപ്പോൾ ആദ്യം നിങ്ങൾ ഏതാ അപ്ലൈ ചെയ്യേണ്ടത്, ഇലക്ട്രിക്കലാണോ മെക്കാനിക്കലാണോ ഇലക്ട്രോണിക്സ് ആണോ ഒക്കെ തുടങ്ങിയ സംശയങ്ങൾ വരാറുണ്ട്. സോ അത് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ ഏറ്റവും ഫേവറബിൾ ആയിട്ടുള്ളത്, അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ പോസ്റ്റ് അനാലിസിസുകൾ നടത്തിയിട്ടുണ്ട്. സോ അതൊക്കെ കണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ തന്നെ ഒരു തീരുമാനം എടുക്കുക. നിങ്ങൾക്ക് ഏത് ജോബാണ് പ്രിഫറബിൾ ആയിട്ടുള്ളത്, നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സോൺ ഏതാണ് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയ ശേഷം മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാവുള്ളൂ, അപ്ലിക്കേഷൻ പ്രോസസ്സിലേക്ക് പോവുള്ളൂ. ഇനി അപ്ലിക്കേഷൻ പ്രോസസ്സിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്തെല്ലാം കാര്യങ്ങളാണ് വേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഒന്ന്, നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഫോം ഫില്ല് ചെയ്യാൻ പോകുന്നത് SSLC ബുക്കിലുള്ള പോലെ ആയിരിക്കണം. ആസ് പെർ SSLC ബുക്ക് ആയിരിക്കണം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ SSLC ബുക്കുമായിട്ടാണ് നിങ്ങൾ അപ്ലിക്കേഷൻ ഇരിക്കേണ്ടത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങളൊരു കാറ്റഗറി റിസർവേഷൻ എലിജിബിൾ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ആ സർട്ടിഫിക്കറ്റിൻ്റെ നമ്പർ നമുക്ക് കൊടുക്കാനുണ്ട്. സോ ആ നമ്പർ നിങ്ങളുടെ കയ്യിൽ, അതായത് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ വേണം. സോ സർട്ടിഫിക്കറ്റ് എടുത്തിട്ടേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ഇനി ആരെങ്കിലും സർട്ടിഫിക്കറ്റ് എടുക്കാത്ത ആളുകളുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് സർട്ടിഫിക്കറ്റ് എടുത്തിട്ട് അപ്ലൈ ചെയ്യുക. അതേപോലെ നിങ്ങളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, അതായത് നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന BTech അല്ലെങ്കിൽ ഡിപ്ലോമ കഴിഞ്ഞിട്ടുള്ള ആ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ വേണം. കാര്യം അത് പറയാൻ കാരണം മറ്റൊന്നുമല്ല, നിങ്ങളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്ന നോട്ടിഫിക്കേഷൻ ടൈമിനുള്ളിൽ അത് നിങ്ങൾ പാസ്സായിട്ടുണ്ട് എന്നുള്ളത് കാണിക്കാനുള്ള ഒരു രേഖയാണ്. സോ അതും നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. ആൻഡ് ദെൻ പിന്നെ മൊബൈൽ നമ്പർ, ഇമെയിൽ ID തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം, നമ്മുടെ ഈ ഒരു അപ്ലിക്കേഷൻ പ്രോസസ്സിലേക്ക് പോകാം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ട് എന്ന് ഉറപ്പുവരുത്തിയ ശേഷം വരിക. അപ്പോൾ ഇതിൽ നമുക്ക് നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള എല്ലാ ഡൗട്ടുകളും നമുക്ക് എന്ത് ചെയ്യാം, ഈ വീഡിയോയിലൂടെ നമുക്ക് ക്ലിയർ ചെയ്യാം. അപ്പോൾ നേരെ നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അപ്ലിക്കേഷനിലേക്ക് പോവാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ RRBയുടെ ഏത് വെബ്സൈറ്റ് എടുത്തു കഴിഞ്ഞാലും നമ്മൾ പോകുന്നത് ഒരു സെൻട്രലൈസ്ഡ് പ്ലാറ്റ്ഫോമിലേക്കാണ് നമ്മൾ പോകുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഞാൻ RRBയുടെ വെബ്സൈറ്റിലേക്ക് പോവാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, RRB ചെന്നൈന്നോ RRB ട്രിവാൻഡ്രം ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ ആദ്യം വരാൻ പോകുന്നത് ഒഫീഷ്യലായിട്ടുള്ള RRBയുടെ വെബ്സൈറ്റ് തന്നെ ആയിരിക്കും വരിക. ഞാനിപ്പോൾ RRB ചെന്നൈയാണ് അപ്ലൈ ചെയ്യാൻ നോക്കുന്നത്. കാരണം ഞാനൊരു ഇലക്ട്രിക്കൽ കഴിഞ്ഞിട്ടുള്ള ഒരു ഉദ്യോഗാർത്ഥി ആയതുകൊണ്ട്, അപ്പോൾ ഞാൻ ഇലക്ട്രിക്കൽ കഴിഞ്ഞ ഒരാളായതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ഞാൻ നോക്കുക ഇലക്ട്രിക്കലാണ്. അതല്ല സിവിൽ കഴിഞ്ഞ ഒരാളാണെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ട്രിവാൻഡ്രം സോൺ തന്നെ എന്ത് ചെയ്യാവുന്നതാണ്, പരിഗണിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഈ ചെന്നൈ സോണിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വെബ്സൈറ്റിലേക്ക് നമുക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ ഈ ഒരു ഭാഗം നമ്മൾ ക്ലോസ് ചെയ്തതിന് ശേഷം ആദ്യം തന്നെ വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് CEN 5/2025 എന്ന് പറഞ്ഞുകൊണ്ട് റിക്രൂട്ട്മെൻറ്റ് ഓഫ് JE ഓർ DMS ഓർ CMA എന്ന് പറഞ്ഞിട്ടുണ്ട്. ക്ലോസിംഗ് ഡേറ്റ്, ഓപ്പണിംഗ് ഡേറ്റ് 31/10 ഓൾറെഡി സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ക്ലോസിംഗ് ഡേറ്റ് 30/11/2025 ഓക്കെ, അപ്പോൾ ഇതിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന ക്ലിക്ക് ടു അപ്ലൈ ഓൺലൈൻ ഉണ്ട്, ക്ലിക്ക് ടു വ്യൂ നോട്ടിഫിക്കേഷൻ ഉണ്ട്, ക്ലിക്ക് ടു വ്യൂ നോട്ടിഫിക്കേഷൻ ഹിന്ദി ഉണ്ട്.
അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഒന്ന് വായിച്ച് നോക്കണം, അതായത് വേക്കൻസീസ് ഒക്കെ ഒന്നുകൂടി നോക്കണം, സോണുകളൊക്കെ ഒന്നുകൂടി നോക്കണം. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലിക്ക് ടു വ്യൂ നോട്ടിഫിക്കേഷൻ നിങ്ങളാണ് കൊടുക്കേണ്ടത്. ക്ലിക്ക് ടു വ്യൂ നോട്ടിഫിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഈ ഒരു നോട്ടിഫിക്കേഷൻ ഇതൊക്കെ നമ്മൾ ഓൾറെഡി അനലൈസ് ചെയ്ത് നമ്മൾ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും കാണാൻ പറ്റും. ഇത് കംപ്ലീറ്റ് ആയിട്ട് വായിച്ച് നോക്കാനുള്ളൊരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഇപ്പോൾ എൻട്രിയിൽ നിന്ന് ഞാൻ ഓൾറെഡി ഈ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസിലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലുള്ള ഡേറ്റാസാണ് നിങ്ങളുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഷെയർ ചെയ്യുന്നത്. ഇനി തിരിച്ചു വരാം. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും ഈ ക്ലിക്ക് ടു അപ്ലൈ ഓൺലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്ലിക്ക് ചെയ്യുന്നത്, ക്ലിക്ക് ടു അപ്ലൈ ഓൺലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ 2 ഓപ്ഷൻസ് ആണ് നിങ്ങൾക്കുള്ളത്. ക്രിയേറ്റ് എൻ അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം, അതേപോലെ ലോഗിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, 2 ഓപ്ഷൻസ് വരുന്നുണ്ട്. ക്രിയേറ്റ് എൻ അക്കൗണ്ട് ഉണ്ട്, ലോഗിൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ക്രിയേറ്റ് എൻ അക്കൗണ്ട് ആണ് കൊടുക്കേണ്ടത്. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഇവിടെ ഒരു പോപ്പപ്പ് വന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്, കാൻഡിഡേറ്റ് ഹു ഹാവ് ഓൾറെഡി ക്രിയേറ്റഡ് എൻ അക്കൗണ്ട് ഫോർ CEN issued RRB in 2024 or 2025 are not required to register again. അതായത് കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ RRBയുടെ ജൂനിയർ എഞ്ചിനീയർ എക്സാമിന് വേണ്ടിയോ ALP എക്സാമിന് വേണ്ടിയോ NTPC എക്സാമിന് വേണ്ടിയോ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും രജിസ്റ്റർ ചെയ്യേണ്ട കാര്യമില്ല. 2024ലും 2025ലും ഇപ്പോൾ ഈ വർഷം തന്നെ ALP എക്സാമിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നേരത്തെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ അപ്ലൈ ചെയ്ത ആളുകളാണെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഒരു ക്രിയേറ്റ് അക്കൗണ്ട് ചെയ്തിട്ടുണ്ടാവും, ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. സോ അവർ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, വീണ്ടും എന്ത് ചെയ്യേണ്ട, അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പറഞ്ഞ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്താൽ മതി. ഇപ്പോൾ നിങ്ങൾക്ക് കുറേ പേർക്കുള്ള സംശയമാണ്, നമ്മളിപ്പോൾ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ സോൺ സെലക്ട് ചെയ്യുന്നുണ്ടെന്ന്. അവിടെ സോൺ സെലക്ട് ആവുന്നില്ല കേട്ടോ. അതായത് സോൺ സെലക്ഷൻ നമുക്ക് പിന്നെയും നമ്മൾ നേരത്തെ ഇപ്പോൾ ഉദാഹരണത്തിന് ജെയുടെ സോൺ എടുത്തത് ട്രിവാൻഡ്രം ആണെന്ന് വിചാരിക്കുക, ജെയുടെ സോൺ കഴിഞ്ഞ പ്രാവശ്യം എടുത്തത് ചെന്നൈ ആണെന്ന് വിചാരിക്കുക. ഈ പ്രാവശ്യം ട്രിവാൻഡ്രം എടുക്കാൻ പ്രശ്നമൊന്നുമില്ല. നമ്മൾ ക്രിയേറ്റ് എൻ അക്കൗണ്ട് എന്ന് പറയുന്നതിൽ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസാണ് വരുന്നത്. നമ്മൾ സോൺ സെലക്ഷനൊക്കെ അപ്ലിക്കേഷൻ ടൈമിലാണ് വരുന്നത്, അതൊരു ഇഷ്യൂ ഇല്ല. പിന്നെ ഒരാൾക്ക് തന്നെ പല സോണുകളിൽ ഇപ്പം ജെയ്ക്ക് ഒരു സ്ഥലത്ത്, ALPക്ക് മറ്റൊരു സ്ഥലത്ത്, NTPCക്ക് മറ്റൊരു സ്ഥലത്ത്, അങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് യാതൊരു തരത്തിലുള്ള ഇഷ്യൂസും ഇല്ല. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഓൾറെഡി അക്കൗണ്ട് ഉള്ള ആളുകൾ പിന്നെയും ചെയ്യേണ്ട കാര്യമില്ല, മൾട്ടിപ്പിൾ അപ്ലിക്കേഷനായിട്ട് മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ചെയ്യേണ്ട. ഓൾറെഡി അപ്ലൈ ചെയ്യാത്ത ആളുകളാണെങ്കിൽ, അതായത് ഇപ്പോൾ നിലവിൽ പുതുതായിട്ടൊരു അപ്ലിക്കേഷനിലേക്ക് വരുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ക്രിയേറ്റ് എൻ അക്കൗണ്ട് ഫോം എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ ഇതിൽ ക്രിയേറ്റ് എൻ അക്കൗണ്ട് ഫോമിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് നാഷണാലിറ്റിയാണ് സെലക്ട് ചെയ്യാനുള്ളത്. അപ്പോൾ അത് സെലക്ട് ചെയ്യുക. ദെൻ പേഴ്സണൽ ഇൻഫർമേഷനിൽ ഫുൾ നെയിം ആസ് റെക്കോർഡഡ് ഇൻ മെട്രിക്കുലേഷൻ 10th ക്ലാസ് സർട്ടിഫിക്കറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് കറക്റ്റായിട്ട് ആസ് പെർ SSLC ബുക്ക്. കാരണം SSLC ബുക്കിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ പോലെ നിങ്ങൾ അഫിഡവിറ്റ് ഒക്കെ എടുക്കേണ്ടി വരും. നിങ്ങൾക്ക് കുറച്ചധികം ഫോർമാലിറ്റീസ് വരുന്നുണ്ട്. സോ അതുകൊണ്ട് നിങ്ങൾ ആസ് പെർ SSLC ബുക്ക് തന്നെ ചെയ്യുക. പിന്നെ റീടൈപ്പ് ഫുൾ നെയിം വീണ്ടും ഒരിക്കൽ കൂടി എഴുതുക. ദെൻ ഹാവ് യു ചേഞ്ച്ഡ് യുവർ നെയിം എന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, കാരണം SSLC ബുക്കിലുള്ള പേര് ചില ആളുകൾ ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും. സോ അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ മെൻഷൻ ചെയ്യുക. യെസ് എന്നാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആപ്ലിക്കേഷൻ മസ്റ്റ് പ്രൊസസ് ഗസറ്റ് ഓഫീസർ ഓർ റെലവൻറ്റ് ലീഗൽ ഡോക്യുമെൻറ്റ് ഫോർ നെയിം ചേഞ്ചസ് ഓൺ ഓർ ബിഫോർ പ്രയർ ടു ദ ഡ്യൂ ഡേറ്റ് ഓഫ് സബ്മിഷൻ ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ആൻഡ് പ്രിപ്പയർഡ് ടു പ്രസൻറ്റ് ഇറ്റ് അപ്പോൺ എ റിക്വസ്റ്റ് ഡ്യൂറിംഗ് ദ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ്. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ഗസറ്റിൽ നോട്ടിഫിക്കേഷനായിട്ട് ലീഗൽ ഡോക്യുമെൻ്റ് ആയിട്ട്, അപ്പോൾ അതിൻ്റെ ഒരു ലീഗൽ ഡോക്യുമെൻറ്റ് നിങ്ങളുടെ കയ്യിൽ വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതാണ് ചേഞ്ച് ചെയ്തിട്ടുണ്ട് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ അല്ലെങ്കിൽ നോ എന്ന് കൊടുത്താൽ മതി. യെസ്. പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് അതും SSLC ബുക്കിലുള്ള പോലെ തന്നെ കൊടുക്കുക. റീടൈപ്പ് ഡേറ്റ് ഓഫ് ബർത്ത്. അതേപോലെ ജെൻഡർ സെലക്ട് ചെയ്യുക. ദെൻ ഫാദേഴ്സ് നെയിം ആസ് പെർ മെട്രിക്കുലേഷന്. പല ആൾക്കാരും ഫാദറിൻ്റെ മെട്രിക്കുലേഷനിൽ അങ്ങനെയല്ല, നിങ്ങളുടെ മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റിൽ ഫാദറിൻ്റെ നെയിം എന്താണോ, കാരണം ചില ആളുകളിൽ അങ്ങനെ മിസ്മാച്ച് വരാറുണ്ട്. ഇപ്പോൾ ആധാർ കാർഡിലും അതേപോലെ തന്നെ ഇപ്പോൾ SSLC ബുക്കിലും അങ്ങനെ വേറെ സർട്ടിഫിക്കറ്റിലൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് കാണാറുണ്ട്. പക്ഷേ നിങ്ങൾ നോക്കേണ്ടത് എന്താണ്, SSLC ബുക്കിൽ എന്താണോ കൊടുത്തത് അത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇവിടെയും അപ്ലൈ ചെയ്യുന്ന സമയത്ത് കൊടുത്താൽ മതി. ദെൻ മദേഴ്സ് നെയിം, റീ എൻ്റർ മദേഴ്സ് നെയിം. പിന്നെ ഇമെയിൽ അഡ്രസ്സ്, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇമെയിൽ അഡ്രസ്സ് നിങ്ങൾ റെഗുലറായിട്ട് നോക്കേണ്ടി വരും. ഇപ്പോൾ ഇമെയിൽ ഒരിക്കലും നമ്മൾ തെറ്റിപ്പോകുന്നില്ല. കാര്യം എന്താ വെച്ചാൽ ഇമെയിൽ അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ജനറേറ്റ് ഇമെയിൽ OTP എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ജനറേറ്റ് ഇമെയിൽ OTP എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ആ ഒരു കാര്യം വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ OTPയുടെ അടിച്ചു കഴിഞ്ഞാൽ ഇമെയിൽ വെരിഫൈഡ് ആവും. അപ്പോൾ ഇമെയിൽ നമ്മൾ കൊടുക്കുന്നത് കറക്റ്റാണ് നമുക്ക് OTP, കാരണം OTP നമ്മളെ മെയിലിലേക്ക് വന്നാലേ അത് വെരിഫൈ ആവുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇമെയിൽ ID കൊടുക്കുന്നത് കറക്റ്റായിട്ട് വരും. അതേപോലെ മൊബൈൽ നമ്പർ നമ്മൾ തെറ്റിപ്പോകാൻ സാധ്യതയില്ല. കാര്യം നമ്മൾ മൊബൈൽ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ഒരു OTP നമുക്ക് ഇവിടെ കൊടുക്കാനുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും മൊബൈൽ നമ്പർ കറക്റ്റായിട്ട് തന്നെ വരുള്ളൂ. അപ്പോൾ അത് രണ്ടിനെ OTP ഇവിടെ കൊടുക്കാനുള്ളത് കൊണ്ട് നമുക്ക് കുറച്ചുകൂടി സേഫാണ്. കാര്യം നമ്മൾ കൊടുക്കുന്നതിൽ മിസ്റ്റേക്ക് കാരണം മെയിൽ ID മിസ്സായി പോകില്ല. കാരണം മെയിൽ IDയും മൊബൈൽ നമ്പറിലേക്കും OTP വരുന്നത് കൊണ്ട് അത് സേഫായിട്ട് കിട്ടുന്നുണ്ടാവും. പിന്നെ ഒരു വെരിഫിക്കേഷൻ ചെയ്യാനുണ്ട്. വെരിഫിക്കേഷൻ ചെയ്യുമ്പോൾ
വെരിഫിക്കേഷൻ ത്രൂ ഡിജി ലോക്കർ ഉണ്ട്, വെരിഫിക്കേഷൻ ത്രൂ ആധാർ കാർഡ് ഉണ്ട്, അതേപോലെ ഐ ഡോണ്ട് ഹാവ് ആധാർ കാർഡ് എന്ന് പറഞ്ഞിട്ടുള്ള 3 ഓപ്ഷൻസുകളുണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞുതരികയാണ്. നിങ്ങളുടെ കയ്യിൽ എന്തായാലും ആധാർ കാർഡ് ഇല്ലാത്ത ആരും ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എല്ലാവരുടെ കയ്യിലും ആധാർ കാർഡ് ഉണ്ടാവും. അപ്പോൾ വെരിഫൈ ത്രൂ ആധാർ കാർഡിൽ തന്നെ ചെയ്യുക നിങ്ങൾ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആധാർ കാർഡ് വഴി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എക്സാം ഹാളിൽ പോകുന്ന സമയത്ത് പല ബയോമെട്രിക് എടുക്കുക, അതേപോലെ എക്സാം ഹാളിൽ എക്സാം കഴിഞ്ഞതിന് ശേഷം ബയോമെട്രിക് എടുക്കുക, അങ്ങനെ പല പ്രോസസ്സുകളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആധാർ കാർഡ് ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ പ്രോസസ്സ് എന്ന് പറയുന്നത് ഭയങ്കര ലെങ്തി ആയിരിക്കും, ഹെക്റ്റിക് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യുക, ആധാർ കാർഡ് ത്രൂ തന്നെ വെരിഫൈ ചെയ്യുക. അതിൽ യാതൊരു കോംപ്രമൈസും വരുത്തേണ്ട കാര്യമില്ല. വെരിഫൈ ത്രൂ ആധാർ കാർഡ് തന്നെ നിങ്ങൾ ചെയ്യുക. കാരണം നിങ്ങൾ എല്ലാവരുടെ കയ്യിലും ആധാർ കാർഡ് ഉണ്ട്, അതുകൊണ്ട് അതിൽ വേറെ കൺഫ്യൂഷൻസ് ഒന്നും ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ദെൻ പാസ്വേഡ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് പാസ്വേഡ് ഷുഡ് ബി എ കോമ്പിനേഷൻ ഓഫ് ക്യാപിറ്റൽ ലെറ്റർ, സ്മോൾ ലെറ്റർ, സ്പെഷ്യൽ ക്യാരക്ടർ ആൻഡ് നമ്പർ എന്നുള്ള രീതിയിൽ. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മളൊരു പാസ്വേഡ് എടുക്കുന്ന സമയത്ത് അതിൽ ക്യാപിറ്റൽ ലെറ്റർ ഒരെണ്ണം ക്യാപിറ്റൽ ആയിരിക്കണം, ഒരെണ്ണം മിനിമം സ്മോൾ ഉണ്ടാവണം, അതേപോലെ തന്നെ സ്പെഷ്യൽ ക്യാരക്ടർ ഉണ്ടാവണം, അതേപോലെ തന്നെ നമ്പർ ഉണ്ടാവണം. ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ എൻട്രി അറ്റ് 2025 എന്ന് കൊടുത്തു വിചാരിക്കുക. എൻട്രി അറ്റ് 2025 അല്ലെ ഇ എന്ന് പറയുന്ന ലെറ്റർ എന്തായിരിക്കണം, ക്യാപിറ്റൽ ഇ ആയിരിക്കണം അല്ലേ. എൻട്രി അറ്റ് 2025 അറ്റ് കൊടുത്തതിനാ വെച്ചാൽ ആ ഒരു സ്പെഷ്യൽ ക്യാരക്ടർ 2025 നമ്പറിന് വേണ്ടി. അപ്പോൾ ആ രീതിയിലൊക്കെയുള്ള ഒരു പാസ്വേഡ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്രിയേറ്റ് ചെയ്യാം. അത് തന്നെ കൺഫേം പാസ്വേഡ് കൊടുക്കുക. പിന്നെ അവിടെ നമ്മൾ പ്രിവ്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്രിവ്യൂ അക്കൗണ്ട് കാണാൻ സാധിക്കും. ദെൻ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോസസ്സ് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ്. സോ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ വീണ്ടും ലോഗിൻ ചെയ്തുകൊണ്ടാണ് നമ്മുടെ അപ്ലിക്കേഷൻസിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ നേരെ എന്ത് ചെയ്യാണ്, അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ അപ്ലിക്കേഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ അതെങ്ങനെയാണ് വരുന്നത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞില്ലേ, അടുത്ത നമ്മൾ പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മൾ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യുക എന്ന് പറയുന്നതാണ്. അപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഇൻ്റർഫേസിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ലോഗിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അല്ലേ. അപ്പോൾ ഈ ലോഗിൻ ഓപ്ഷനിൽ തന്നെ 2 രീതിയിലുണ്ട്. ഒന്ന് ലോഗിൻ വിത്ത് ആധാർ, ലോഗിൻ വിത്ത് RRB ക്രെഡൻഷ്യൽ. അപ്പോൾ ഞാൻ ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ലോഗിൻ വിത്ത് ആധാർ തന്നെയാണ്. കാരണം ആ ഒരു നമ്പർ നിങ്ങളുടെ കയ്യിൽ ഒരിക്കലും മിസ്സായി പോകില്ല. മാത്രമല്ല അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ നമ്പർ മാത്രം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ നമ്മൾ നമ്മുടെ മൊബൈൽ നമ്പർ നമ്മൾ എന്ത് ചെയ്യുകയാണ്, എൻ്റർ ചെയ്യുകയാണ്. സോ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ ഒരു ചെറിയ പോപ്പപ്പ് സ്ക്രീൻ നിങ്ങൾക്ക് കാണാം. ഐ ഹാവ് ഓതറൈസ്ഡ് റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ആൻഡ് ഹവ് നോ ഒബ്ജെക്ഷൻ ഇഫ് RRB റിട്രൈവ്സ് ആൻഡ് യൂസ് മൈ ഡീറ്റെയിൽസ് സച്ച് ആസ് ജെൻഡർ എന്നൊക്കെ പറഞ്ഞാൽ സംഭവം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ ക്ലിക്ക് കൊടുത്തു, എന്നിട്ട് ജനറേറ്റ് OTP എന്നുള്ള ഓപ്ഷൻസിലേക്ക് പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഒരു OTP നമുക്ക് വന്നിട്ടുണ്ടാവും. സോ ആ ഒരു OTP നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു OTP ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരെ ലോഗിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഈ രീതിയിലുള്ള ഒരു ഇൻ്റർഫേസ് ആയിരിക്കും. അപ്പോൾ ഇതിൽ ഓൺലൈൻ അപ്ലിക്കേഷൻ ഹിസ്റ്ററി, മോഡിഫൈ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് എന്നിങ്ങനെ 3 വിൻഡോസ് കാണാം. മുമ്പ് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ളത് ഇവിടെ കാണാൻ പറ്റും. അതേപോലെ തന്നെ മോഡിഫൈ രജിസ്ട്രേഷനിൽ നിങ്ങൾക്ക് ഇവിടെ ഏതെങ്കിലും കാര്യങ്ങൾ മോഡിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കാണാൻ പറ്റും. ഓക്കെ, ദെൻ നമ്മൾ ഓൺലൈൻ അപ്ലിക്കേഷനിലേക്ക് തന്നെ തിരിച്ചു വരിക. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ ഓൺലൈൻ അപ്ലിക്കേഷനിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടാവും. ഇവിടെ ഏതൊക്കെയാണ് ആക്റ്റീവ് ആയിട്ടുള്ളത്, CEN 5/2025 ജൂനിയർ എഞ്ചിനീയർ, ഡിപ്പോർട്ട് മെറ്റീരിയൽ സൂപ്രണ്ടന്റ്, കെമിക്കൽ മെറ്റലർജിക്കൽ അസിസ്റ്റന്റ് എന്ന് പറയുന്ന CMA പോസ്റ്റ്. ഇത്രയും പോസ്റ്റുകൾ നിങ്ങൾക്ക് ഇവിടെ ഇതിൽ കാണാൻ പറ്റും. അതേപോലെ തന്നെ NTPCൻ്റെതും ഇവിടെ എന്താണ് കാണാൻ പറ്റും. അണ്ടർ ഗ്രാജുവേറ്റും ഉണ്ട്, ഗ്രാജുവേറ്റ് പോസ്റ്റും ഉണ്ട്. NTPCയുടെ തന്നെ ഗ്രാജുവേറ്റ് പോസ്റ്റും അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റും ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യാണ്, ഈ പറഞ്ഞിരിക്കുന്ന ഈ ഒരു ആദ്യത്തെ നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പോൾ അതിൽ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് സെലക്ട് ദ RRB വിച്ച് യു വിഷ് ടു അപ്ലൈ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സെക്ഷന്. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളിപ്പോൾ RRB ചെന്നൈയിലാണെന്ന് വിചാരിക്കുക. എനിക്കിപ്പോൾ RRB ചെന്നൈയിലുള്ള ഒരാളാണെങ്കിൽ എനിക്ക് മറ്റൊരു സോണിലേക്ക്, ഇപ്പോൾ ട്രിവാൻഡ്രം സോണിലേക്ക് എനിക്ക് എന്ത് ചെയ്യാവുന്നതാണ്, അപ്ലൈ ചെയ്യാവുന്നതാണ്. അത് നിങ്ങൾ ഈ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് ഫോമിൽ നിങ്ങൾ വിചാരിക്കും പോലെ അതിൽ ആ സോണിൽ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ വേറൊരു സോണിൽ അപ്ലൈ ചെയ്യാൻ പറ്റാത്ത ഇഷ്യൂ ഒന്നുമില്ല. ഏത് സോണിലും ആർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്യാണ്, ചെന്നൈ സോൺ തന്നെ കൊടുക്കുകയാണ്. ഓക്കെ, ഞാനിവിടെ ചെന്നൈ സോൺ തന്നെ സെലക്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ചെന്നൈ സോൺ സെലക്ട് ചെയ്തു. ഐ ആം നോട്ട് കറൻ്റ്ലി ഡിബാർഡ് ഫ്രം എനി RRB എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഐ ഹിയർ ബൈ കൺഫേം ദാറ്റ് ഐ ഹാവ് കെയർലി റീഡ് ആൻഡ് അണ്ടർസ്റ്റുഡ് ദ CEN എന്ന് കൊടുത്തതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ദിസ് ഡേറ്റ ഇസ് ഫെച്ച്ഡ് ഫ്രം യുവർ പ്രീവിയസ് ഡേറ്റ എന്നുള്ളത് നമ്മൾ പഴയ പ്രീവിയസ് ആയിട്ടുള്ള അപ്ലിക്കേഷൻ്റെ ബേസ് ചെയ്തുകൊണ്ട് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ടാവും, കുറച്ച് ഡേറ്റാസ് വന്നിട്ടുണ്ടാവും. നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുള്ള പേഴ്സണൽ ഡേറ്റ, അതേപോലെ തന്നെ നമ്മളെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ടാവും, വന്നിട്ടുണ്ടാവും. ഈ ഒരു ഡീറ്റെയിൽസുകൾ വന്നിട്ടുണ്ടാവും.
അപ്പോൾ അതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കറണ്ട് നാഷണാലിറ്റി, ഡേറ്റ് ഓഫ് ബർത്ത്, ഏജ്, അതേപോലെ തന്നെ ഫുൾ നെയിം, ഫാദേഴ്സ് നെയിം, മദേഴ്സ് നെയിം, ജെൻഡർ, ഇമെയിൽ അഡ്രസ്സ്, മൊബൈൽ നമ്പർ, ഇതെല്ലാം നമ്മൾ കൊടുക്കാം. ദെൻ മാരിറ്റൽ സ്റ്റാറ്റസ് കൊടുക്കുക, അതേപോലെ തന്നെ റിലീജിയൻ നമ്മൾ കൊടുക്കുക, നിങ്ങളുടെ റിലീജിയൻ ഏതാണോ അത് കൊടുക്കുക. ദെൻ ഫീ എക്സംഷൻ ഉണ്ടോ എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ മദർ ടങ് നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പോൾ മദർ ടങ് നമ്മൾ മലയാളം സെലക്ട് ചെയ്തു. ഓക്കെ, ചൂസ് ലാംഗ്വേജ് ഫോർ എക്സാമിനേഷന്. ലാംഗ്വേജ് ഫോർ എക്സാമിനേഷൻ നമ്മൾ മലയാളികൾ കൂടുതൽ ഇംഗ്ലീഷ് തന്നെ സെലക്ട് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. കാരണം എല്ലാ ബുക്സിലും എല്ലാം നമ്മൾ അതിൽ ഇംഗ്ലീഷ് തന്നെയാണ് വരുന്നത്. ദെൻ പെർമനൻറ്റ് വിസിബിൾ മാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ എന്താണ്, ഇപ്പോൾ നിങ്ങൾ SSLC ബുക്കിൽ ഉണ്ടാവില്ലേ നിങ്ങളുടെ എന്താണ് നിങ്ങളുടെ ആ ഒരു പെർമനൻറ്റ് മാർക്ക് എങ്ങനെയാണെന്നുള്ളത്. സോ അത് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് കൊടുക്കാം. അതൊന്നും വലിയ പ്രശ്നമുള്ള കേസല്ല, നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതാണ്. ദെൻ കമ്മ്യൂണിറ്റി, OBC ആണെങ്കിൽ നിങ്ങൾ OBC കൊടുക്കുക, SC ആണെങ്കിൽ SC, അൺറിസേർവ്ഡ് ആണെങ്കിൽ അൺറിസേർവ്ഡ്. ഇപ്പോൾ ഞാൻ OBC എന്ന് കൊടുത്തു. ഓക്കെ, OBC കൊടുക്കുകയാണെങ്കിൽ മസ്റ്റായിട്ടും only those communities which are recognized by central government of India, SC, ST, OBC non-creamer are eligible for reservation in എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അത് കൊടുത്തു. ദെൻ സെലക്ട് OBC നോൺ ക്രീമിലർ ആണോ ക്രീമിലർ? നോൺ ക്രീമിലർ ആണ് കൊടുക്കേണ്ടത് കേട്ടോ, അതിലാണ് റിസർവേഷൻ വരുന്നത്. OBC നോൺ ക്രീമിലറിന് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, റിസർവേഷൻ വരുന്നത്. അപ്പോൾ അവിടെയാണ് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കിടക്കുന്നത്. അതായത് നെയിം ഓഫ് കാസ്റ്റ് കൊടുക്കാനുണ്ടല്ലേ, ഇവിടെ നമ്മൾ നെയിം ഓഫ് കാസ്റ്റ് കൊടുക്കണം. അതേപോലെ തന്നെ നെയിം ഓഫ് കാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓരോ കാസ്റ്റിൻ്റെ ഓരോ പേരുണ്ടാവില്ല, അത് കൊടുക്കുക. കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് നമ്പർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കിടക്കുന്നുണ്ട്. ഓക്കെ, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് നമ്പർ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഇവിടെ കിടക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തിരിക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് അപ്ലിക്കേഷൻ ടൈമിൻ്റെ മുമ്പേ ഉള്ളതാണെന്ന് അവർ കൺഫേം ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, ഈ സർട്ടിഫിക്കറ്റ് ഡേറ്റ് ഉപയോഗിച്ചിട്ടായിരിക്കും. ഉദാഹരണത്തിന് ഇപ്പോൾ ഞാൻ ഒരു സർട്ടിഫിക്കറ്റ് എടുക്കുന്നത് ഒരു 2 മാസം കഴിഞ്ഞിട്ടാണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ സമയത്ത് വരുന്ന നമ്പറിൽ എന്തായിരിക്കും ഡേറ്റ് ഒക്കെ വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ നിർബന്ധമായിട്ട് സർട്ടിഫിക്കറ്റ് എടുത്ത ശേഷം മാത്രമേ അപ്ലൈ ചെയ്യാവൂ. ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിലെ ആ കാര്യം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ സർട്ടിഫിക്കറ്റ് നമ്പറായിട്ട് ഒരു നമ്പർ ജസ്റ്റ് കൊടുത്തിട്ടൊക്കെയാണ്. ഞാനിവിടെ പ്രോപ്പർലി അപ്ലൈ ചെയ്യുന്ന ഒരാളല്ലാത്തത് കൊണ്ടാണ് ജസ്റ്റ് ഒരു നമ്പർ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇഷ്യൂയിങ് അതോറിറ്റി എന്ന് പറയുന്നത് തഹസീൽദാർ എന്നുള്ളത് കൊടുക്കാം. ദെൻ ഇഷ്യൂയിങ് സ്റ്റേറ്റ് നമ്മൾ എന്ത് ചെയ്തു, കേരള കൊടുത്തു. ഡേറ്റ് ഓഫ് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഇഷ്യൂയിങ് കൊടുത്തു. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യുകയാണ്, ഒരു എന്താ പറയുക, ഒരു 27 ഒക്ടോബർ കൊടുത്തേക്കാണ്. 27 ഒക്ടോബർ ഇഷ്ടമുള്ള ഡേറ്റ് കൊടുക്കട്ടോ, കുഴപ്പമൊന്നുമില്ല. അതായത് ഡേറ്റ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ അപ്ലിക്കേഷൻ ഡേറ്റിന് മുന്നേ ഉള്ളതാവണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ദെൻ നമ്മൾ പോസ്റ്റൽ അഡ്രസ്സ് കൊടുത്തേക്കണം. അതേപോലെ തന്നെ അഡ്രസ്സ്, അങ്ങനെയുള്ള അഡ്രസ്സ് കാര്യങ്ങളൊക്കെ നമ്മളിവിടെ എന്ത് ചെയ്യുക, കൊടുത്തിട്ടേക്കാം. ദെൻ പെർമനൻറ്റ് അഡ്രസ്സ് ഇത് തന്നെയാണ് ടിക്ക് ചെയ്തിട്ടുണ്ട്. പെർമനൻറ്റ് അഡ്രസ്സ് ഇത് തന്നെയാണ് നമ്മൾ ടിക്ക് ചെയ്തു. ദെൻ നമ്മൾ സേവ് കൊടുക്കുക. സേവ് കൊടുത്തതിന് ശേഷം ഇവിടെ എന്താണ്, ഇവിടെ നമ്മൾ പെർമനൻറ്റ് മാർക്ക് ചെയ്തിട്ടില്ല. സോ നമ്മൾ പെർമനൻറ്റ് അത് മാർക്ക് ചെയ്തു. യെസ്. ദെൻ നമ്മൾ എന്ത് ചെയ്തു, സേവ് കൊടുത്തു. എന്താ പെർമനൻറ്റ് വിസിബിൾ മാർക്ക് 2 കൊടുത്തിട്ടുണ്ടല്ലേ, ഞാനിവിടെ പെർമനൻറ്റ് ഈ ഒരു സ്ഥലത്ത് നമ്മൾ ഡേറ്റാസൊക്കെ എൻ്റർ ചെയ്യാം കേട്ടോ. ഡേറ്റാസൊക്കെ എല്ലാം എൻ്റർ ചെയ്തതിന് ശേഷം മുന്നോട്ട് പോവാം. ഓക്കെ, നെയിം ഓഫ് ദ കാസ്റ്റ്, യെസ്, നെയിം ഓഫ് ദ കാസ്റ്റ് അതും എൻ്റർ ചെയ്തു. യെസ്. അപ്പോൾ ആ ഡേറ്റ സക്സസ്ഫുള്ളി സേവ് ആയിട്ടുണ്ടെന്ന് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഡാറ്റ മിസ്സിംഗ് ആണെങ്കിൽ ആ ഡേറ്റ വീണ്ടും എൻ്റർ ചെയ്യാൻ പറയുന്നുണ്ടാവും. ദെൻ നമ്മൾ നേരെ നെക്സ്റ്റ് കൊടുക്കുകയാണ്. ഓക്കെ, നെക്സ്റ്റ് കൊടുക്കുന്ന സമയത്ത് ഓൾറെഡി നമ്മൾ ചെയ്ത ഡേറ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇവിടെയും വന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ് സർവീസ് മാൻ ആണോ, അതുപോലെ പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ഉണ്ടോ, അതേപോലെ തന്നെ ഇസ് യു ആർ വെയിറ്റിംഗ് എഫക്റ്റഡ് ഇൻ ടേംസ് ഓഫ് പാര, അത് നമ്മൾ എഫക്റ്റ് ചെയ്യുന്ന ആളുകളല്ല. എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ് ആണെങ്കിൽ അത് ഇവിടെ മെൻഷൻ ചെയ്യാനുണ്ടാവും. നിങ്ങൾ എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ് ആണെങ്കിൽ ഈ ഒരു സെക്ഷനിൽ നിങ്ങൾ എന്ത് ചെയ്യുക, EBC candidate should aware that they are entitled only for fee concession and not for job reservation. ഈ എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ്സസിന് എന്താണ്, ഫീ കൺസെഷൻ മാത്രമല്ല, ജോബ് റിസർവേഷൻ വരുന്നില്ല. ഇഫ് വാലിഡ് EBC സർട്ടിഫിക്കറ്റ് നോട്ട് സബ്മിറ്റഡ് ഡ്യൂറിംഗ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ദെൻ യുവർ കാൻഡിഡേറ്റ് വിൽ ബി റിജക്റ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഈ റിസർവേഷന് വേണ്ടിയിട്ടല്ല, നിങ്ങളുടെ ഈ ഫീ റിഡക്ഷന് വേണ്ടിയിട്ടാണ് ഈ ഒരു സർട്ടിഫിക്കറ്റ്, ഈ ഒരു കാര്യം അവർ ചോദിക്കുന്നത്. ഡീറ്റെയിൽസ് ഓഫ് സെർവിങ് റെയിൽവേ അപ്ലിക്കൻ്റ്, ആർ യു എംപ്ലോയി ഓഫ് ഇന്ത്യൻ റെയിൽവേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് കൊടുക്കുക. ദെൻ നെയിം ഓഫ് ദ കറൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് നിങ്ങൾ ഓൾറെഡി എംപ്ലോയി ആണെങ്കിൽ ആ കറൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കൊടുക്കുക. ദെൻ ഈ പറഞ്ഞിരിക്കുന്ന നമ്മളെ ബാങ്ക് അക്കൗണ്ട് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ബാങ്ക് അക്കൗണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ കൊടുക്കുന്ന സമയത്ത്
കൃത്യമായിട്ട് കൊടുക്കുക. കാരണം അതിലേക്കാണ് റീഫണ്ട് വരിക. നിങ്ങളെ RRBJE ആപ്ലിക്കേഷനിൽ 500 നിങ്ങൾ ആപ്ലിക്കേഷൻ ഫീ ആയിട്ട് കൊടുക്കുന്നുണ്ടെങ്കിലും അതെന്ത് ചെയ്യുന്നുണ്ട്, അത് നിങ്ങൾ എക്സാം എഴുതി കഴിഞ്ഞാൽ അതിൽ 400 നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, റീഫണ്ട് ആയിട്ട് വരുന്നുണ്ട്. എന്ന് വെച്ചാൽ 100 റുപ്പീസ് എങ്ങാനോ നമ്മൾ ഈ എക്സാമിന് ആകെ എന്താവുന്നുള്ളൂ, സ്പെൻഡ് ആവുന്നുള്ളൂ. അപ്പോൾ അത് റീഫണ്ട് ആവുന്നത് ഏത് അക്കൗണ്ടിലാണ് എന്നുള്ളത് അതും ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ നേരെ എന്ത് ചെയ്യാണ്, സേവ് ചെയ്യാണ്. പ്ലീസ് സെലക്ട് യുവർ എലിജിബിൾ അവൈൽ ഫീ കൺസെഷൻ എന്നുള്ളത് യെസ്, ഞാനിവിടെ നോ കൊടുത്തു. ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ അപ്ലൈ ചെയ്യാത്തുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് ഇവിടെ കൃത്യമായിട്ട് കൊടുത്തേക്ക് കേട്ടോ. എല്ലാ ഡീറ്റെയിൽസും നമ്മൾ എൻ്റർ ചെയ്യണം. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിവിടെ സേവ് കൊടുത്തു. എന്നിട്ട് നെക്സ്റ്റിലേക്ക് പോവാണ്. ഓക്കെ, നെക്സ്റ്റിലേക്ക് പോകുന്ന സമയത്ത് ഓൾറെഡി ഞാനിവിടെ സർട്ടിഫിക്കറ്റ് ചില എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ആഡ് ചെയ്ത് വെച്ചിട്ട്, ഇപ്പോൾ ഞാനൊരു മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ BTech അല്ലെങ്കിൽ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് നമ്മൾ ആഡ് ചെയ്യണം. ഇപ്പോൾ ഞാനിവിടെ ആഡ് ചെയ്യാൻ പോകുന്നത് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ആണ്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ. ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ആഡ് ചെയ്തു. ഡിസിപ്ലിൻ നമ്മൾ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ചൂസ് ചെയ്യാണ്. ഓക്കെ, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ് ഞാൻ ചൂസ് ചെയ്യുന്നത്. ദെൻ നെയിം ഓഫ് ദ കോഴ്സ് ഫോർ എക്സിസ്റ്റിംഗ് സർട്ടിഫിക്കറ്റ് BTech എന്നാണ് ഞാൻ കൊടുക്കുന്നത്. നിങ്ങൾ എന്താണോ അതിലുള്ളത്, ആ ഒരു സർട്ടിഫിക്കറ്റ് ഉള്ളത്, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുക്കാം. ഓക്കെ, യെസ്. ദെൻ സ്റ്റേറ്റ് ഞാൻ കേരള സെലക്ട് ചെയ്തു. ഡിസ്ട്രിക്റ്റ് ഞാൻ എന്ത് ചെയ്യാണ്, ഡിസ്ട്രിക്റ്റ് എന്ന് പറയുന്നത് ഞാൻ കോഴിക്കോട് സെലക്ട് ചെയ്തു. നെയിം ഓഫ് കോളേജ് സേ ഞാൻ പറയാണ്, നെയിം ഓഫ് കോളേജ് ഓർ യൂണിവേഴ്സിറ്റി അല്ല, അപ്പോൾ നമ്മൾ KTU സെലക്ട് ചെയ്തു, യൂണിവേഴ്സിറ്റി. ദെൻ ഡേറ്റ് ഓഫ് പാസിംഗ് എന്ന് പറയുന്നത് അത് നിങ്ങൾ കൃത്യമായിട്ട് കൊടുത്തേക്കണം. ആ ഒരു ഡേറ്റിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ ഏത് സമയത്താണ് പാസ്സായത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ പാസ്സായ ഡേറ്റ് എന്ത് ചെയ്യാണ്, ഒരു November 1 എന്ന് എക്സാക്ട് ഡേറ്റ് തന്നെ കൊടുക്കണം കേട്ടോ. എക്സാക്ട് ഡേറ്റ് തന്നെ കൊടുക്കണം. പെർസെൻറ്റേജ് 70% എത്രയാണോ പാസ്സായിട്ടുള്ള ആ ഒരു പെർസെൻറ്റേജ് അത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അത് ആഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടില്ലേ, ഇവിടെ നിങ്ങൾക്ക് ആ ഒരു സർട്ടിഫിക്കറ്റ് കൂടി നിങ്ങൾക്ക് ഇവിടെ ആഡ് ആയിട്ട് വന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ ഏതാണോ കൊടുക്കുന്നത് ഇതിൽ ആഡ് ആയിട്ട് വരുന്നുണ്ടാവും, നമ്മൾ ബ്രാഞ്ച് കൊടുക്കുന്നതിനനുസരിച്ചിട്ട്. ഓക്കെ, ഇതിൽ പലരും ചോദിക്കാറുണ്ട് +2 ആഡ് ചെയ്യണോ എന്നുള്ളത്. +2 ആഡ് ചെയ്യേണ്ട കാര്യമില്ല. മെട്രിക്കുലേഷനും നിങ്ങൾ ഡിഗ്രിയും ഇനി +2 ആഡ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, അതിൻ്റെ ആവശ്യം നിർബന്ധമില്ല. അതുകൊണ്ടാണ് ഞാനത് ആഡ് ചെയ്യാത്തത്. അപ്പോൾ നമ്മൾ എന്താണ് ഈ പറഞ്ഞിരിക്കുന്നത്, നമുക്ക് എന്താണോ അപ്ലൈ ചെയ്യാനുള്ളത് ആ ഒരു കാര്യം ഇവിടെ എന്ത് ചെയ്യുക, നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഓക്കെ, ഏത് ഡോക്യുമെൻറ്റ്സ് നിങ്ങൾക്ക് ഇതേപോലെ അപ്ലൈ ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ എന്ത് ചെയ്യാണ്, നെക്സ്റ്റ് ഇതിലേക്ക് പോവാണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്, ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യാം. ഇത് ലൈവ് ക്യാപ്ചറിംഗ് ആണ്. മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത്തവണ എന്ത് ചെയ്യാണ്, ലൈവ് ക്യാപ്ചറിംഗ് ആണ് ഫോട്ടോഗ്രാഫിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് കുറച്ച് സ്പെസിഫിക്കേഷൻസ് പറഞ്ഞിട്ടുണ്ട്. ഡ്രസ് ഇൻ നോൺ വൈറ്റ് ക്ലോത്തിങ്, അതായത് സ്പെസിഫിക്കേഷൻ ഓഫ് ഫോട്ടോഗ്രാഫാണ് പറഞ്ഞിരിക്കുന്നത്. പ്രിഫറബിളി ഇൻ ഡാർക്ക് കളേഴ്സ് ടു മെയിൻറ്റെയിൻ കോൺട്രാസ്റ്റ് വിത്ത് ദ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞിട്ടുണ്ട്. ചൂസ് എ ലൊക്കേഷൻ വിത്ത് ഗുഡ് ലൈറ്റിംഗ് ആൻഡ് പ്ലെയിൻ അൺക്ലട്ടേർഡ് ബാക്ക്ഗ്രൗണ്ട് ആണ് പറഞ്ഞിരിക്കുന്നത്. പ്ലെയിൻ ആയിട്ടുള്ള ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് തന്നെയാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്. ദെൻ എൻഷുവർ ദാറ്റ് ദ ക്യാമറ ഈസ് പൊസിഷൻഡ് അറ്റ് ദ ഐ ലെവൽ ബിഫോർ ക്യാപ്ചറിങ് ദ ഫോട്ടോഗ്രാഫ്. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്, position yourself directly in front of the camera and look straight ahead with neutral expression. Make sure your entire face is clearly visible and centered within the frame shown in the application. Then ensure that your face is neither too close or too far from the camera and not a part of the head face is outside the deadline frame. Do not wear cap, mask or glasses or spectacles while capturing the photograph. അതേപോലെ തന്നെ ദ കാൻഡിഡേറ്റ്സ് അപ്പിയറിംഗ് ഡ്യൂറിംഗ് ദ എക്സാമിനേഷൻ മസ്റ്റ് മാച്ച് ദ ഫോട്ടോഗ്രാഫ് സബ്മിറ്റഡ് വിത്തിൻ ദ ആപ്ലിക്കേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഫോട്ടോഗ്രാഫ് എങ്ങനെയായിരിക്കണം എന്നുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. അത് കൂടാതെ കുറച്ച് സാമ്പിൾ ആയിട്ടുള്ള റിജക്റ്റഡ് ഫോട്ടോഗ്രാഫും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ ഫോട്ടോഗ്രാഫ് എന്ന് പറയുന്നത് വളരെ ക്ലോസ് ആയതുകൊണ്ടാണ് റിജക്റ്റ് ആവുന്നത്. രണ്ടാമത്തേത് ഒരു സൈഡ് ഇവിടെ കട്ടായി പോയിട്ടുണ്ട്. മൂന്നാമത്തേതിൽ സ്പെക്സ് യൂസ് ചെയ്തുകൊണ്ടാണ്. നാലാമത്തേൽ ഈ മുടി ഇവിടേക്ക് നമ്മൾ ഫേസ് കവർ ചെയ്യുന്ന രീതിയിൽ ഇറങ്ങി വന്നതുകൊണ്ടാണ് നാലാമത്തെ ഫോട്ടോ റിജക്റ്റ് ആവുന്നത്. അഞ്ചാമത്തേത് ബാക്ക്ഗ്രൗണ്ടിൽ എന്താണ് കുറച്ച് പ്ലെയിൻ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് അല്ല. അടുത്ത് നോക്കുകയാണെങ്കിൽ ആറാമത്തേത് കുറച്ച് ബ്ലേഡ് ആയിട്ടുള്ള ഇമേജ് ആണ്. ഏഴാമത്തേതിൽ ബാക്ക്ഗ്രൗണ്ട് ഇഷ്യൂസ് കാരണം തന്നെയാണ്. എട്ടാമത്തേതിലും എന്താണ് ബാക്ക്ഗ്രൗണ്ട് ഇഷ്യൂസ് കാരണം തന്നെയാണ് വന്നിട്ടുള്ളത്. ഒമ്പതാമത്തേതിൽ എന്താണ് കുറച്ച് ഷാഡോ വന്നതുകൊണ്ടാണ് അത് റിജക്റ്റ് ആയി പോയിട്ടുള്ളത്. പത്താമത്തെ നോക്കുകയാണെങ്കിൽ ക്യാപ്പ് വെയർ ചെയ്തുകൊണ്ടാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒഴിവാക്കുന്ന രീതിയിൽ തന്നെ നിങ്ങൾ ഫോട്ടോഗ്രാഫ്സ് എടുക്കാൻ നോക്കുക. അപ്പോൾ നമുക്ക് ഫോട്ടോഗ്രാഫ്സ് എടുക്കുന്നതിൽ രണ്ട് ഓപ്ഷൻസ് ആണ് അതിൽ കൊടുത്തിരിക്കുന്നത്. ഒന്ന് ക്യാപ്ചർ ലൈവ് ഇമേജ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ ക്യാപ്ചർ ലൈവ് ഇമേജ് ഫ്രം ഫോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. രണ്ട് ഓപ്ഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ക്യാപ്ചർ ലൈവ് ഇമേജ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിയിലുള്ളൊരു വിൻഡോ ആയിരിക്കും വരുന്നുണ്ടാവുക. അതിലെന്താണ് സിറ്റ് വെൽ ലിറ്റ് ലൈറ്റ് ഏരിയ വിത്തിൻ ദ ലൈറ്റ് കളേർഡ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പൊസിഷൻ യുവർ ഫേസ് അറ്റ് ദ സെൻറ്റർ ഓഫ് ദ ഫ്രെയിം ആൻഡ് കീപ് യുവർ ഹെഡ് സ്റ്റിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്.
Then blink naturally 2-3 times. Wait for the on-screen timer to start. Do not move until the timer reaches 0. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വെയിറ്റ് ചെയ്യുക. ഓൺ സ്ക്രീൻ ടൈമറിൽ വെയിറ്റ് ചെയ്യണം. അങ്ങനെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എന്തെങ്കിലും ടൈമർ സ്റ്റാർട്ട് ആവുള്ളൂ. ആൻഡ് പ്ലീസ് പ്രൊസീഡ് ഓൺലി വെൻ യു ആർ റെഡി എന്നുള്ളതാണ്. ദെൻ നമ്മൾ യെസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു രീതിയിലുള്ള പോപ്പപ്പ് വിൻഡോ ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ അതിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ ഫേസ് ഇതേപോലെ നമ്മൾ ആ ഒരു സ്ക്രീനിൽ നമ്മൾ എന്ത് ചെയ്യുകയാണ്, കൃത്യമായിട്ട് സ്റ്റാൻഡ് സ്റ്റില്ലായിട്ട് തന്നെ വെക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ആ രീതിയിൽ സ്റ്റാൻഡ് സ്റ്റില്ലായിട്ട് തന്നെ നമ്മൾ ആ ഒരു സ്ക്രീനിൽ നമ്മൾ ഫേസ് വെക്കുക. ഓക്കെ, ആൻഡ് ദെൻ നമ്മൾ എന്ത് ചെയ്യുക, രണ്ട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഒന്ന് ഇങ്ങനെ വെക്കാം, അല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി, നമ്മൾ വെബ് ക്യാമിനെക്കാട്ടിലും ഒന്നുകൂടി ഒരു ക്ലാരിറ്റി ഉണ്ടാവുക നമ്മൾ മൊബൈലിൽ നിന്ന് ഷൂട്ട് ചെയ്യുമ്പോഴാണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്താണ്, സ്കാൻ ദ QR കോഡ്, ക്ലിക്ക് ഓൺ ദ ലിങ്ക്, ഇറ്റ് ഓപ്പൺസ് rrbapply.gov.in പോർട്ടൽ, എൻ്റർ യുവർ RRB അക്കൗണ്ട് ക്രെഡൻഷ്യൽ ആൻഡ് ലോഗിൻ വിത്ത് OTP, അപ്ലോഡ് ദ ലൈവ് ഇമേജ് വിത്ത് ഫോൺ ക്യാമറ. അപ്പോൾ ആ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യുന്നത് നന്നായിരിക്കും തോന്നുന്നുണ്ട്. കാര്യം ഒന്നുകൂടി നമ്മളെ ഫോണിൻ്റെ ക്യാമറ ഒന്നുകൂടി എന്തായിരിക്കും, ബെറ്റർ ആയിരിക്കും. സോ നമ്മൾ ഈ ഒരു ഓപ്ഷനോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ വെബ് ക്യാമറ നല്ല ക്ലാരിറ്റി ഉള്ള വെബ് ക്യാം ആണെങ്കിൽ ആ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, നിങ്ങളുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഫോട്ടോഗ്രാഫ് ആ രീതിയിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുകയാണ്. ഫോട്ടോഗ്രാഫ് ഞാൻ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ടാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ സിഗ്നേച്ചറിലേക്ക് വരാം. സിഗ്നേച്ചർ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടത്. അപ്പോൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ദ അപ്ലിക്കൻറ്റ് ഹാസ് ടു സൈൻ വൈറ്റ് പേപ്പർ വിത്ത് ബ്ലാക്ക് ഇങ്ക് പെൻ വിത്ത് എ ബോക്സ് സൈസ് 50 mm by 20 mm. The signature must be in running letters, not in block letters എന്ന് പറഞ്ഞിട്ടുണ്ട്. The image should be in JPG or JPEG format. Then dimension of 50 mm by 20 mm or pixel ആണെങ്കിൽ 140 by 60 pixel ആണ്. Then ഫയൽ സൈസിൻ്റെ വാല്യൂ 13 49 KB ഉള്ളിലാക്കണം. അപ്പോൾ അതിൽ നിങ്ങൾക്ക് അങ്ങനെ ആ ഒരു സൈസിലേക്കാണ് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഓൺലൈനായിട്ട് സൈസ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്, ഈസി ആയിട്ട് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ദെൻ സിഗ്നേച്ചർ മസ്റ്റ് ബി ഓഫ് ദ അപ്ലിക്കൻ ഓൺലി ആൻഡ് നോട്ട് ഓഫ് എനി അതർ പേഴ്സൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് സിഗ്നേച്ചറും ഇവിടെ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്യാണ്, ഐ ഹാവ് അപ്ലോഡഡ് മൈ ഓൺ സിഗ്നേച്ചർ ആൻഡ് ഇമേജസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, സേവ് കൊടുക്കുകയാണ്. ഓക്കെ, ദെൻ നമ്മൾ നെക്സ്റ്റ് ഓപ്ഷനിലേക്ക് പോവുകയാണ്. ഓക്കെ, നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഇവിടെ നോക്കിക്കോളൂ, സെലക്റ്റഡ് RRB എന്ന് ഉള്ളിടത്ത് ഇവിടെ RRB ചെന്നൈ എന്നായിരിക്കും കാണിക്കുന്നുണ്ടാവുക. അപ്പോൾ അതിനുശേഷം ഇവിടെ എലിജിബിൾ പോസ്റ്റ്, ഞാനിപ്പോൾ ഇലക്ട്രിക്കലിനാണല്ലോ നേരത്തെ കൊടുത്തിട്ടുള്ളത്. നമ്മൾ എൻ്റെ ഒരു എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനായിട്ട് ഞാൻ ഇലക്ട്രിക്കലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇലക്ട്രിക്കലിൽ ഏതെല്ലാം പോസ്റ്റുകൾ നമുക്കിവിടെ അവൈലബിൾ ആണ് എന്നുള്ള ഓപ്ഷൻ ആയിരിക്കും ഇവിടെ വന്നിട്ടുണ്ടാവുക. ഇവിടെ നോക്കിയേ, ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കൽസ് TMU TRS ഉണ്ട്. അതേപോലെ തന്നെ കാറ്റഗറി നമ്പർ 3 ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ TRD ഉണ്ട്, വർക്ക്ഷോപ്പ് ഉണ്ട്, കാരേജ് ആൻഡ് വാഗൻ ഉണ്ട്, മെക്കാനിക്കൽ ഡിസൈൻ ആൻഡ് വർക്ക്ഷോപ്പ് ഉണ്ട്, ഡീസൽ മെക്കാനിക്കൽ ഉണ്ട്, ഡീസൽ മെക്കാനിക് വർക്ക്ഷോപ്പ് ഉണ്ട്, ഡീസൽ മെക്കാനിക്കൽ വർക്ക്ഷോപ്പ്, ഡീസൽ ഇലക്ട്രിക്കൽ ഉണ്ട്, അതേപോലെ തന്നെ ഡീസൽ ഇലക്ട്രിക്കൽ വർക്ക്ഷോപ്പ് ഉണ്ട്. ദെൻ S&T സിഗ്നൽ ഉണ്ട്, S&T ടെലികമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ഡീപോർട്ട് മെറ്റീരിയൽ സൂപ്രണ്ടൻ്റ് ഉണ്ട്. ഡീപോർട്ട് മെറ്റീരിയൽ സൂപ്രണ്ടൻ്റ് ICFലും ഉണ്ട്, അതേപോലെ തന്നെ SR ഡീപോർട്ട് മെറ്റീരിയൽ സൂപ്രണ്ട് 2 പോസ്റ്റിലായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും പോസ്റ്റുകളിലേക്ക് നമുക്ക് എന്താണ് അവൈലബിൾ ആണ് എന്നുള്ളതാണ്. സോ നമ്മൾ എന്ത് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻസുകളിൽ നമുക്ക് ഏതാണോ ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ളത്. ഇപ്പോൾ എനിക്ക് ഡിസൈൻ ആൻഡ് വർക്ക്ഷോപ്പാണ് വേണ്ടതെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ ഇതെന്ത് ചെയ്യുകയാണ്, ഇത് ഫസ്റ്റ് ഓപ്ഷനായിട്ട് കൊടുക്കുകയാണ്. അതേപോലെ തന്നെ അതല്ല നമുക്ക് വേണ്ടത് DMS ആണ്, അതായത് ഓഫീസ് ജോബാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്ന നല്ലൊരു പോസ്റ്റാണ് DMS. അപ്പോൾ നമുക്ക് DMS ആണ് എടുക്കേണ്ടതെങ്കിൽ ഞാൻ ആദ്യം എന്ത് ചെയ്യുകയാണ്, DMS ഇവിടെ സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാറ്റഗറി നമ്പർ 1 ആയിട്ട് DMS എന്ന് കാണാൻ പറ്റും അല്ലേ. അതേപോലെ തന്നെ അടുത്തത് ഞാൻ അടുത്തൊരു DMS തന്നെ സെലക്ട് ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പോൾ അത് ഈ ഒരു പോസ്റ്റിലേക്ക് ഇവിടെ വരുന്നുണ്ടാവും. ദെൻ നിങ്ങൾക്ക് ഇലക്ട്രിക്കലിൻ്റെ പോസ്റ്റുകളുണ്ട്, മെക്കാനിക്കലിൻ്റെ പോസ്റ്റുകൾ നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ. അപ്പോൾ അത് ഓരോരുത്തർക്കും, അതായത് നിങ്ങളുടെ ആ ഒരു പേഴ്സണൽ പ്രിഫറൻസ് ആണ്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഏതൊക്കെ പോസ്റ്റുകളാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി അതല്ല ടെലികമ്മ്യൂണിക്കേഷനിലാണ് പോകേണ്ടതെങ്കിൽ S&T ആണെങ്കിൽ S&T സെലക്ട് ചെയ്യുക, ടെലികമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ ടെലികമ്മ്യൂണിക്കേഷൻ എടുക്കുക. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാം ചൂസ് ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നിങ്ങൾ ആ മെഡിക്കൽ സ്റ്റാൻഡേർഡ് നിങ്ങൾക്ക് അത് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തിട്ട്, അല്ലാത്ത നിങ്ങൾ അപ്ലൈ ചെയ്യരുത്. അതായത് നിങ്ങൾ അതിൻ്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് നിങ്ങൾക്ക് അതിലുണ്ട് എന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തണം. സോ ആ രീതിയിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാം. ഇപ്പോൾ ഞാൻ ഈ കാണിച്ച എല്ലാ പോസ്റ്റും നിങ്ങൾക്ക് കാണിക്കില്ല. നിങ്ങൾ ഇലക്ട്രിക്കൽ ആണെങ്കിൽ ഇതായിരിക്കും കാണിക്കുന്നുണ്ടാവുക, എന്നാൽ മെക്കാനിക്കൽ ആകുമ്പോൾ മെക്കാനിക്കലിന് ചില പോസ്റ്റുകൾ കാണിക്കും. അതേപോലെ തന്നെ നിങ്ങൾ ഇലക്ട്രോണിക്സ് ആണെങ്കിൽ എലിജിബിൾ പോസ്റ്റുകൾ. സോ ആ രീതിയിലായിരിക്കും നിങ്ങൾക്ക് കാണുന്നുണ്ടാവുക. ദെൻ ഇനി ഇവിടെ എന്താ ഉള്ളത്, ഐ ഹാവ് എക്സസൈസ്ഡ് ആൻഡ് ക്രാക്ക്ഡ് മൈ ഓർഡർ ഓഫ് പ്രിഫറൻസ് എന്ന് ക്ലിക്ക് ഓക്കെ കൊടുക്കാം. ദെൻ സെലക്ട് എലിജിബിൾ എക്സാം ഗ്രൂപ്പ്. അപ്പോൾ അതിൽ നമ്മൾ ഓപ്ഷൻസിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് ആണ് കാണിക്കുക. അപ്പോൾ അത് ഓരോ ബ്രാഞ്ചസിലും ഇപ്പോൾ വ്യത്യാസം വരുന്നുണ്ടാവും. എസ്പെഷ്യലി കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇലക്ട്രോണിക്സ് ആയിരിക്കും നിങ്ങൾക്ക് അവിടെ വരുന്നുണ്ടാവുക. ദെൻ ആ രീതിയിൽ ഇവിടെ കുറച്ച് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ദെൻ എൻ്റർ ദ പ്ലേസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്ലേസ് എൻ്റർ ചെയ്തു. ഓക്കെ, നമ്മൾ പ്ലേസ് എൻ്റർ ചെയ്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാണ്, സേവ് കൊടുക്കുകയാണ്. ഓക്കെ, സേവ് കൊടുത്തു. ദെൻ പ്രിവ്യൂ അപ്ലിക്കേഷൻ കൊടുത്തു.
അപ്പോൾ അതിൽ നമ്മൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഷോ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, സോ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഷോ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുകയാണ്, സബ്മിറ്റ് ഐ ഹാവ് റീചെക്ഡ് എബോവ് ഡീറ്റെയിൽസ് ആൻഡ് ഫൗണ്ട് കറക്റ്റ് എന്ന് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്, സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്ലിക്കേഷൻ വിൽ നോട്ട് ബി ഏബിൾ ടു മേക്ക് എനി കറക്ഷൻ ഇൻ ദ ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വളരെ കെയർഫുൾ ആയിട്ട് വേണം സബ്മിറ്റ് കൊടുക്കാൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയാണ്, സബ്മിറ്റ് ബട്ടൺ നമ്മൾ അപ്ലൈ ചെയ്യണം. ഓക്കെ, ഇനി സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്ന് പറയുന്നത് പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ്, ഇനി നമ്മൾ പേയ്മെൻറ്റ് കൂടി നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പേയ്മെൻറ്റ് ഡീറ്റെയിൽസിൽ ഇവിടെ നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് പേ വിത്ത് SBI ഇ പേ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ നമുക്ക് പ്രൊസീഡ് ചെയ്യാവുന്നതാണ്. ആൻഡ് ദെൻ നോർമലി എല്ലാ പേയ്മെൻറ്റുള്ള പോലെ ക്രെഡിറ്റ് കാർഡ് വഴിയോ ബാങ്കിങ് വഴിയോ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, നിങ്ങളുടെ പേയ്മെൻറ്റ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. 500 ആണ് ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത്. സോ ഈ രീതിയിൽ പേയ്മെൻറ്റ് കൂടി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുകയാണ്. സോ ഈ ആപ്ലിക്കേഷൻ പ്രോസസ്സിൽ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ശ്രദ്ധിച്ച് ഓരോ സ്റ്റെപ്പും കെയർഫുള്ളായിട്ട് ചെയ്യുക. എസ്പെഷ്യലി RRB സോൺ സെലക്ട് ചെയ്യുമ്പോഴും പ്രിഫറൻസ് എടുക്കുമ്പോൾ വളരെ കെയർഫുള്ളായിട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതർവൈസ് നമ്മുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആയി പോകും. സോ ഇങ്ങനെയാണ് RRBയുടെ ആപ്ലിക്കേഷൻ നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ റെഡിയാണ്. നിങ്ങൾ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞങ്ങൾ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക, പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. എൻട്രിയോടൊപ്പം നിങ്ങൾ പ്രിപ്പറേഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം കേരളത്തിൽ RRB JEE ഏറ്റവും കൂടുതൽ റിസൾട്ട് ഉണ്ടാക്കിയ പ്ലാറ്റ്ഫോമാണ് എൻട്രി. 25-ലധികം ഉദ്യോഗാർത്ഥികൾ ഇത്തവണ RRB ജൂനിയർ എഞ്ചിനീയർമാരായിട്ട് ജോലി ചെയ്യാൻ പോവുകയാണ്. സോ ആ ഒരു ജേണിയിലേക്ക് നിങ്ങളെ ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്യുകയാണ്. എൻട്രിയുടെ RRB JEE ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അതുപോലെ ആപ്ലിക്കേഷൻ ടൈമിൽ നിങ്ങളുടെ എന്ത് ഡൗട്ട്സും ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുകയാണ്, സ്പെഷ്യലായിട്ട് ആ ഒരു ആപ്ലിക്കേഷൻ ടൈമിലുള്ള നിങ്ങളുടെ എല്ലാ ഡൗട്ട്സുകളും ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിനുകൂടി വേണ്ടിയിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം എല്ലാവരും ഒന്ന് ഫില്ല് ചെയ്യാം. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.